നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമുകാർക്കും LDC പോലെയുള്ള എക്സാംസിനും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിനകത്ത് ആർട്സ് ലിറ്ററേച്ചർ പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സാഹിത്യവും കലകളും എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട്. ചിലപ്പം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പല ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സെക്ഷനകത്ത് നാടകം, കഥ, നോവല്, അതുപോലെ തന്നെ ആട്ടക്കഥകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ തുടക്കത്തിൽ ഉണ്ടായ അതായത് മലയാളത്തിന്റെ ഉത്ഭവത്തെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. ഒറ്റ സെക്ഷനിൽ നമ്മൾ ഇത് തീരില്ല, രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തായിരിക്കും എടുക്കാൻ പോകുന്നത്. രണ്ടും കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോ സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കലകൾ എന്ന് പറയുന്ന സെക്ഷനകത്ത് നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ആദ്യ കൃതി, ആദ്യകർത്താക്കൾ, അതുപോലെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതിയും അവയുടെ കർത്താക്കള്, ഇങ്ങനെയുള്ള സെക്ഷനൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേട്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ സംസ്കാര പാരമ്പര്യത്തിന് സാഹിത്യത്തിന്റെയും കലകളുടെയും രംഗങ്ങളിൽ കേരളം നൽകിയ സംഭാവന ഏത് രീതിയിലും മികച്ചതാണെന്ന് നമുക്കറിയാം. അപ്പൊ മലയാള ഭാഷയുടെ ഉത്ഭവത്തിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പ്രീവിയസ് ചോദ്യം വന്നിട്ടുണ്ട്, PYQ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റും ആണ്. AD 800 വരെ കേരളം മിക്കവാറും തമിഴകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. AD 800 വരെ തമിഴിന്റെ പ്രാദേശിക ഭേദമായിരുന്നു നമ്മുടെ കേരള ഭാഷ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. പരണർ, ഇളംകോവടികൾ, കുലശേഖര ആഴ്വാർ തുടങ്ങിയ പ്രമുഖരായ തമിഴ് കവികൾ എല്ലാം തന്നെ കേരളീയരായിരുന്നു. AD 9-ാം ശതകത്തോടുകൂടി മലനാട്ട് തമിഴ് ചരിത്രപരമായ ചില സവിശേഷ സാഹചര്യങ്ങളിൽ സംസ്കൃത പ്രാകൃതങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് പ്രത്യേകമായ ഒരു ഭാഷയായി വളരാൻ തുടങ്ങി. തമിഴ്, കന്നഡം, തെലുങ്ക്, മലയാളം എന്നീ പ്രധാനപ്പെട്ട ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടത് ആരാണ്? നമ്മുടെ മലയാളമാണ്. തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം ഇതൊക്കെ ദ്രാവിഡ ഭാഷകളാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് ഫോം ചെയ്തത് നമ്മുടെ മലയാളമാണ്. മലയാളം വ്യക്തിത്വമാർന്ന ഒരു സ്വതന്ത്ര ഭാഷയായി വികസിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന വട്ടെഴുത്ത് ഉപേക്ഷിക്കുകയും തെക്കേ ഇന്ത്യയിൽ സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥാക്ഷരത്തിന്റെ സഹായത്താൽ ഒരു പുതിയ ലിപി സമ്പ്രദായം സ്വീകരിക്കുകയും ചെയ്തു. അപ്പം AD 800 വരെ നമ്മൾ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു, നമുക്കത് അറിയാം. തമിഴ്, അതായത് കേരളം എന്ന് പറയുന്ന ദേശം തമിഴകത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സമയം വരെ നിലകൊണ്ടിരുന്നത്. ഈ പറയുന്ന പരണര്, ഇളങ്കോവടികൾ, കുലശേഖര ആഴ്വാർ ഇതൊക്കെ തന്നെ ആരായിരുന്നു? കേരളീയരായിട്ടുള്ള തമിഴ് കവികളായിരുന്നു. അങ്ങനെ 9-ാം ശതകത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്ത് വരുന്നത്? തമിഴും കന്നഡ, തെലുങ്ക് ഒക്കെ വന്നതിന് ശേഷം മലയാളം വരുന്നതും പിന്നീട് മലയാള ലിപി വരുന്നതും. മണിപ്രവാളം പ്രീവിയസ് ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. മലയാളത്തിൽ AD 9-ഉം 12 നൂറ്റാണ്ടുകൾക്കിടയിൽ മണിപ്രവാളം എന്ന ഒരു പുതിയ സാഹിത്യ ഭാഷ പ്രചാരത്തിൽ വന്നു. എന്നാണ് AD 9, 12 ഇതിനിടയ്ക്കായിട്ട് 9, 10, 11 ആ ഒരു സമയത്ത് മണിപ്രവാളം എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യ ഭാഷ മലയാളത്തിൽ പ്രചാരത്തിൽ വന്നു. കേരള ഭാഷയും സംസ്കൃതവും ചേർന്നുണ്ടായ ഈ ഒരു പുതിയ മിശ്ര ഭാഷ 11-ാം ശതകത്തിന് ശേഷം കവിതാ രചനയ്ക്ക് ഉപയോഗിച്ചു. അപ്പൊ കേരള ഭാഷയുമുണ്ട്, സംസ്കൃതവും. ഏതൊക്കെ ചേർന്നിട്ടാണ് മണിപ്രവാളം? തമിഴല്ല, കേരള ഭാഷയും പ്ലസ് സംസ്കൃതം. അപ്പൊ ഈ കേരള ഭാഷ എന്ന് പറയുമ്പോൾ അന്നത്തെ കേരള ഭാഷയ്ക്കകത്ത് തമിഴ് മിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കേരള ഭാഷയും സംസ്കൃതവും മിക്സ് ചെയ്തിട്ട് 11-ാം ശതകത്തിന് ശേഷം കവിതാ രചനയ്ക്ക് എന്തുപയോഗിച്ചു? മണിപ്രവാളം ഉപയോഗിച്ചു. ആട്ടപ്രകാരങ്ങളുടെയും ക്രമദീപികകളുടെയും കർത്താവ് എന്ന് കരുതപ്പെടുന്ന തോലനാണെന്ന് തോന്നുന്നു, അതായത് അദ്ദേഹത്തിന്റെ രീതിയിൽ പറയാണ്, തോലനാണ് മണിപ്രവാളത്തിൽ ആദ്യമായി കവിത എഴുതിയത്. ഈ തോലന്റെ കാര്യം ഒരു പ്രീവിയസ് ചോദ്യമാണ്, ഈ തൊട്ടടുത്ത ദിവസം ചോദിച്ചിരുന്നു. അപ്പൊ ക്രമദീപികയുടെ കർത്താവ് ആരാണ്? തോലൻ. തോലൻ, ക്രമദീപികയുടെ കർത്താവ് തോലനാണ്. ഓക്കെ. വൈശിക തന്ത്രമാണ് ഈ പ്രസ്ഥാനത്തിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ കൃതി. അതായത് മണിപ്രവാള പ്രസ്ഥാനത്തിലെ ഒന്നാമത്തെ സമ്പൂർണമായിട്ട് അമ്മ മകൾക്ക് നൽകുന്ന വേശ്യ ധർമ്മ ഉപദേശമാണ് ഏതിലെ പ്രമേയം? നമ്മുടെ ഈ ഒരു ഇപ്പൊ പറഞ്ഞ വൈശിക തന്ത്രത്തിലെ പ്രമേയം എന്ന് പറയുന്നത്. പയ്യന്നൂർ പട്ടോല, യാത്രക്കളിയിലെ 4 പാദം തുടങ്ങി ചില പാട്ടുകൾ വളരെ പഴക്കമുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അർത്ഥശാസ്ത്രം അറിയാലോ. അർത്ഥശാസ്ത്രത്തിന്റെ മലയാള വ്യാഖ്യാനമായ ഭാഷാ കൗടില്യം 12-ാം ശതകത്തിൽ ഉണ്ടായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പം ഭാഷാ കൗടില്യം എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടിൽ ഉണ്ടായതാ? 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
8 നൂറ്റാണ്ടിന് മുൻപ് തന്നെ അർത്ഥശാസ്ത്രം പോലെ അതിപ്രൗഢമായ ഒരു പ്രാചീന സംസ്കൃത ഗ്രന്ഥത്തിന് ലളിതവും വിശദവുമായ ഒന്നാം തരം വ്യാഖ്യാനം എഴുതാൻ പാതകത്തിൽ കഴിവുള്ളതായിരുന്നു മലയാള ഭാഷ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ രാമചരിതം ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടം, 12ാം നൂറ്റാണ്ടിന് അടുപ്പിച്ചുണ്ടായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിന് പ്രാധാന്യം നൽകി രചിക്കപ്പെട്ട ഈ പാട്ട് ശില്പഭംഗി കൊണ്ടും ഭാവഗൗരവം കൊണ്ടും, അതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് പോയിന്റ്സ് മാത്രമാണ്. ആ പോയിന്റ്സിനകത്ത് ഒന്നാമത്തെ പോയിന്റ് ഏതാ? മണിപ്രവാള കാവ്യത്തെ പറ്റിയിട്ടാണ്. 9ഉം 12ഉം നൂറ്റാണ്ടുകൾക്കിടയിലാണ് മണിപ്രവാളം ഉണ്ടായത്. ഏതൊക്കെ ഭാഷകൾ കൂടി ചേർന്നു? കേരള ഭാഷയും സംസ്കൃതവും കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇത് കവിതാ രചനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രമദീപിക, ആട്ടപ്രകാരം, ഇതിന്റെയൊക്കെ കർത്താവായിട്ട് വന്നിരിക്കുന്ന ആരാണ്? തോലനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ മണിപ്രവാളത്തിൽ ആദ്യമായി കവിത എഴുതിയതും തോലനാണ്. ഏതൊക്കെയാ? ആട്ടപ്രകാരം, ക്രമദീപിക. വൈശികതന്ത്രം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ, ഈ ഒരു പ്രസ്ഥാനത്തിലെ ഒന്നാമത്തെ സമ്പൂർണ്ണ കൃതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഭാഷാ കൗടിലീയം എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രത്തില് മലയാള വ്യാഖ്യാനം 12ാം ശതകത്തിൽ ഉണ്ടായതാണെന്നും ഓർത്തു വെച്ചേക്കാം. ഇത് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും, ചോദിക്കുന്നതും ഉണ്ട്. അടുത്ത ചമ്പുക്കള് സന്ദേശകാവ്യം. ചമ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? അപ്പൊ 13ഉം 14ഉം ശതകങ്ങളിലാണ് മലയാളത്തിൽ ചമ്പുകളും സന്ദേശകാവ്യങ്ങളും ഉണ്ടായത്. ഏതാ? നൂറ്റാണ്ട് 13ഉം 14ഉം. ഗദ്യ പദ്യാത്മകമായ ആഖ്യാനകൃതി. എന്താ മീനിങ്? എന്താ? ഗദ്യം പദ്യം. ഗദ്യവും ഉണ്ട് കൂട്ടത്തിൽ, അതിന്റെ ഇടയ്ക്ക് കവിത പോലെ പദ്യം കയറുന്ന ആഖ്യാന കൃതികളെയാണ് നമ്മൾ ചമ്പ് എന്ന് വിളിക്കുന്നത്. 13ാം നൂറ്റാണ്ടിലുണ്ടായ ഉണ്ണിയച്ചി ചരിതവും ഉണ്ണിച്ചിരുദേവി ചരിതവും 14ാം നൂറ്റാണ്ടിലെ ഉണ്ണിയാടി ചരിതവും പ്രാചീന മണിപ്രവാള ചമ്പുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഏത് നൂറ്റാണ്ടിലാണ് ഇതുണ്ടായത്? 13ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. തൊട്ടടുത്ത നൂറ്റാണ്ടിലാണ് ഉണ്ണിയാടി ചരിതം. ഇതൊക്കെ എന്താ? പ്രാചീന മണിപ്രവാള ചമ്പ്. ചമ്പ് മീൻസ് ഗദ്യം പ്ലസ് പദ്യം ചേരുന്നത്. സ്ത്രീ വർണ്ണനാപരങ്ങളാണ് ഈ 3 കൃതികളും. ഗദ്യം എന്ന് വിളിക്കുന്ന ദ്രാവിഡ വൃത്ത കവിതാ വിഭാഗങ്ങളാണ് ഇവയുടെ കാവ്യ സൗന്ദര്യത്തിന് ആസ്പദം. പൊതുവെ മേഘദൂതത്തെയും ചില വിശദാംശങ്ങളിൽ ശുക സന്ദേശത്തെയും അനുകരിച്ച് 1350നും 1365നും ഇടയ്ക്ക് വിരചിതമാണ് ഉണ്ണി നീലി സന്ദേശം. സുന്ദരമായ ഈ കാവ്യത്തിലെ തിരുവനന്തപുരത്തു നിന്നും കടുത്തുരുത്തി വരെയുള്ള മാർഗത്തിന്റെ വർണ്ണന ചില ചരിത്ര വസ്തുക്കളിൽ പ്രതിഫലിക്കുന്നുണ്ട്. വേണാട്ടിലെ യുവരാജാവായ ആദിത്യവർമ്മയാണ് സന്ദേശവാദം. അപ്പൊ അതായത് ഇദ്ദേഹമാണ് ഇതിനകത്ത് ഒരു കഥാപാത്രമാണ്. ഈ ഉണ്ണുനീലി സന്ദേശത്തിൽ ഒരു കഥാപാത്രമാണ് ഈ ആദിത്യവർമ്മ. 1400 അടുത്തുണ്ടായ മറ്റൊരു സന്ദേശകാവ്യമാണ് കോക സന്ദേശം. ലീലാ തിലകത്തിൽ ഉദ്ധരിക്കുന്ന ചില ശ്ലോകങ്ങൾ അക്കാലത്തുണ്ടായ മറ്റു സന്ദേശകാവ്യങ്ങളിൽ നിന്നാണെന്ന് ഊഹിക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗദ്യ പദ്യാത്മകമായ ആഖ്യാനകൃതി. ഏത് നൂറ്റാണ്ട്? 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ ഉണ്ടായതാണ് ചമ്പും പ്ലസ് സന്ദേശ കാവ്യങ്ങളും. അതിനകത്ത് ചമ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ലാസ്റ്റ് വന്നത് ഉണ്ണിയാടി ചരിതം. ഇതൊക്കെ പ്രാചീന മണിപ്രവാള ചമ്പുകളാണ്. ഇതിനകത്തൊക്കെ സ്ത്രീ വർണ്ണനയാണ് കേട്ടോ. കൂടുതലും 3-നകത്തും സ്ത്രീ വർണ്ണനയാണ്. അതുപോലെ തന്നെ ഗദ്യ രൂപത്തിലുള്ള ദ്രാവിഡ വൃത്ത കവിതാ വിഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ മേഘദൂത്, ശുക സന്ദേശം, ഇതൊക്കെ ഉണ്ണുനീലി സന്ദേശം ഒക്കെ എന്താണ്? ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്ദേശ കാവ്യങ്ങളാണ്. ഓർത്തു വെച്ചേക്കുമല്ലോ. അടുത്തത് നിരണം കവികൾ. എല്ലാവർക്കും അറിയാമായിരിക്കും നിരണം കവികൾ എന്ന് പറയുന്നത്. മധ്യകാല മലയാളത്തിലെ അവിസ്മരണീയ കവികളാണ് നിരണം കവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരൊക്കെയാ? കണ്ണശ പണിക്കർ എന്ന പ്രസിദ്ധനായ നിരണത്ത് രാമപണിക്കരാണ് അവരിൽ ഏറ്റവും പ്രമുഖൻ. എന്താ കണ്ണശ പണിക്കർ? ഫുൾ നെയിം എന്താ? നിരണത്ത് രാമപണിക്കർ. കണ്ണശ രാമായണം, ഭാരതം, ഭാഗവതം, ശിവരാത്രി, മാഹാത്മ്യം എന്നിവയാണ് ആരുടെ പ്രധാനപ്പെട്ട കൃതി? കണ്ണശ പണിക്കർ അഥവാ നിരണത്ത് രാമപണിക്കരുടെ പ്രധാന കൃതി. ഏതൊക്കെ? കണ്ണശ രാമായണം, ഭാരതം, ഭാഗവതം, ശിവരാത്രി, മാഹാത്മ്യം. ഇവയെല്ലാം പ്രായേണ സംസ്കൃത കൃതികളുടെ വിവർത്തനമാണെങ്കിലും കവിയുടെ ഔചിത്യഭാസുരമായ ഭവനവിലാസത്താൽ സ്വതന്ത്ര കാവ്യങ്ങളെ പോലെ സുന്ദരങ്ങളാണ്. അപ്പം ഇത് എന്താണ്? സംസ്കൃതത്തിൽ നിന്നും വിവർത്തനം ചെയ്ത് മലയാളത്തിലോട്ട് മാറ്റിയ ആളാണ് ഇദ്ദേഹം. ഭഗവത്ഗീതാകാരനായ മാധവനും ഭാരതമാല കർത്താവായ ശങ്കരനും കണ്ണശ കുടുംബത്തിൽപ്പെട്ടവരാണോ എന്ന് ആർക്കറിഞ്ഞൂടാ? ശ്രീധരമേനോൻ സാറിന് അറിഞ്ഞൂടാ. വൃത്തങ്ങളിലും ഭാഷകളിലും രചനാശില്പത്തിലും കാണുന്ന സാധർമ്മ്യം കൊണ്ടാണെന്ന് തോന്നുന്നു സാഹിത്യ ചരിത്രകാരന്മാരിൽ പലരും ഇവരെ നിരണം കവികളായിട്ട്
കണക്കാക്കുന്നു. ചമ്പുകളും സന്ദേശകാവ്യങ്ങളും ശൃംഗാരത്തിന് പരമപ്രാധാന്യം നൽകിയപ്പോൾ നിരണം കവികൾ മതാത്മക കവിതയെ പുനഃപ്രതിഷ്ഠിക്കുക. അതായത് മതവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ് ഇവരെല്ലാവരും. മാധവനും അതുപോലെ ശങ്കരനും കണ്ണശ പണിക്കരും എല്ലാം തന്നെ ഈ ഒരു മത അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിപ്പോയത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഓർത്തു വെക്കേണ്ടത് കണ്ണശ രാമായണം, ഭാരതം, ഭാഗവതം, ശിവരാത്രി, മഹാത്മ്യം ഒക്കെ എഴുതിയത് ആരാണ്? നിരണത്ത് രാമപ്പണിക്കർ അഥവാ കണ്ണശ പണിക്കർ. ഇതാണ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കാൻ പോകുന്നത്. അടുത്തത് കൃഷ്ണഗാഥയാണ്. ഇതും പ്രീവിയസ് ചോദ്യമാണ്. 11ാം ദശകത്തില് മനോഹരമായ ഒരു ചെറുശ്ശേരിയുടെ കാവ്യമാണ് കൃഷ്ണഗാഥ. ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്യനായിരുന്ന ചെറുശ്ശേരി അല്ലെ 1446 മുതൽ 1475 വരെ ഉണ്ടായിരുന്ന രാജാവായിരുന്നു ഉദയവർമ്മൻ കോലത്തിരി. ഇദ്ദേഹത്തിന്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹം 15ാം ശതകത്തിൽ എഴുതിയ കാവ്യമാണ് കൃഷ്ണഗാഥ. ശൃംഗാരം അതിർ കടക്കുന്നുണ്ടെങ്കിലും ലാളിത്യം, മാധുര്യം മുതലായ ഗുണങ്ങളാൽ ഇന്നും കൃഷ്ണഗാഥ സഹൃദയ ലോകത്തിന് ആനന്ദം നൽകുന്നു. അടുത്തത് നമ്മളിപ്പോ പ്രാചീന കാല ചമ്പെന്ന് പറഞ്ഞു, ഉണ്ണിയേച്ചി ചരിതമൊക്കെ. ഇനി മധ്യകാല ചമ്പെന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാ? 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ മലയാള സാഹിത്യത്തിന്റെ വികാസത്തിൽ ചില നൂതന പ്രവണതകൾ കാണാം. ഇക്കാലത്ത് മലയാള ഭാഷ തമിഴിന്റെ സ്വാധീന ശക്തി, അതായത് അന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് വരെ തമിഴിനോട് ഇടകലർന്നു നിൽക്കുന്ന ഒരു ഭാഷയായിരുന്നു മലയാളം. എന്നാൽ 15, 16 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു വന്നു? ഒരു ഭാഷയിൽ നിന്നും മാറുകയും നമ്മുടെ പ്രേരണ എങ്ങോട്ടായി? സംസ്കൃത ഭാഷയിലേക്ക് നമ്മൾ പ്രേരണ ഉൾക്കൊണ്ടു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ മിക്ക സദസ്സുകളിലും മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കോഴിക്കോട്ടെ മാനവിക്രമൻ സാമൂതിരിപ്പാടിന്റെ സദസ്യരായിരുന്ന 18 കവികളിൽ, അതായത് 18 രാജകീയ കവികൾ ഒരാളായിരുന്നു പൂനം നമ്പൂതിരി. രാമായണം ചമ്പുവിന്റെ കർത്താവ് എന്ന നിലയിൽ സ്മരിക്കപ്പെടുന്നു. പൂനം നമ്പൂതിരി രാമായണം ചമ്പ് എഴുതിയ ആളാണ് കേട്ടോ. ആരുടെ സദസ്യനായിരുന്നു? മാനവിക്രമൻ സാമൂതിരിപ്പാടിന്റെ സദസ്യരായിരുന്ന 18 കവി. അപ്പൊ 18 കവികൾ ആരുടെയാണെന്ന് ചോദിക്കും. മാനവിക്രമൻ സാമൂതിരിപ്പാടിന്റെ കവികളിൽ പെട്ടവരാണ് ഈ 18 കവി. അതിനകത്ത് ഒരാളാണ് പൂനം നമ്പൂതിരി. ഇദ്ദേഹത്തിന്റെ ആണ് എന്തെന്ന് പറയുന്നത്? രാമായണം ചമ്പ്. മഴമംഗലം കവികളിൽ അഗ്രഗണ്യനും നൈഷധം, രാജരത്നാവലീയം തുടങ്ങിയ ചമ്പുക്കളുടെ കർത്താവുമായ നാരായണൻ കൊച്ചിയിലെ കേശവരാമവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു. മഴമംഗലം കവികളിൽ അഗ്രഗണ്യനും നൈഷധം, രാജരത്നാവലീയം തുടങ്ങിയ ചമ്പുക്കളുടെ കർത്താവുമായ നാരായണൻ കൊച്ചിയിലെ കേശവരാമവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു. പ്രാചീന മണിപ്രവാള ചമ്പുക്കളുടെ ഇതിവൃത്തങ്ങൾ സ്വകപോല കൽപ്പിതങ്ങളും അവയുടെ ലക്ഷ്യം നായികാവർണ്ണനവുമാണ്. മധ്യകാല ചമ്പുക്കളാവട്ടെ പ്രായേണ അതായത് പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും ഇതിവൃത്തം സ്വീകരിക്കുകയും എല്ലാ രീതിയിലും സംസ്കൃത ചമ്പുകളെ അനുകരിക്കുകയും ചെയ്തു. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മധ്യകാല ചമ്പുക്കളെ അതായത് ഈ പ്രാചീന മണിപ്രവാള ചമ്പുക്കളുടെ ഇതിവൃത്തങ്ങൾ എന്താണ്? എപ്പോഴും നായികാ വർണ്ണനമാണ് അല്ലെ. എന്നാൽ മധ്യകാലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും കഥ എടുക്കുകയും എന്നിട്ട് സംസ്കൃത ചമ്പുക്കൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് മധ്യകാല ചമ്പുക്കൾ എഴുതപ്പെട്ടത്. അതുപോലെ ഓർത്തു വെച്ചേക്കാം, അവ ചാക്യാർ കൂത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ മതിയായ തെളിവുകളും ഉണ്ട്. അതായത് സംസ്കൃത ചമ്പുക്കളെ അനുകരിച്ചെഴുതിയ മധ്യകാല ചമ്പുക്കളെ ചാക്യാർ കൂത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രാചീന ചമ്പുക്കളിലും മധ്യകാല ചമ്പുക്കളിലും പ്രയോഗിച്ചിട്ടുള്ള മലയാള വൃത്തങ്ങളും അവയിൽ കാണുന്ന ഫലിതമയമായ സാമൂഹിക പരാമർശങ്ങളും പിൻകാലത്ത് കുഞ്ചൻ നമ്പ്യാർക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടാവണം. ഏത് രീതിയിലും ഒരു നമ്പൂതിരി കവിയുടേതാണെന്ന് തീർത്തും വിശ്വസിക്കാവുന്ന ചന്ദ്രോത്സവത്തിന്റെ കാലം 16ാം ശതകമാണ്. ചന്ദ്രോത്സവം ഏതാണ്? 16ാം നൂറ്റാണ്ടിലാണ്. മേദിനി വെണ്ണിലാവ് എന്ന ദേവദാസ് നടത്തുന്ന ചന്ദ്രോത്സവമാണ് ഈ കാവ്യത്തിന്റെ വർണ്ണനാവിഷയം. നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് മധ്യകാല ചമ്പുകളെ പറ്റിയിട്ട് ചോദിക്കാം, മാനവിക്രമൻ സാമൂതിരിപ്പാടിനെ പറ്റിയിട്ടും 18 കവികളെ പറ്റിയിട്ടും പൂനം നമ്പൂതിരിയെ പറ്റിയിട്ടും ചോദിക്കാം. അതുപോലെ ചാക്യാർ കൂത്തിന് ഈ ഒരു മധ്യകാല ചമ്പുക്കളെ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം ചോദിക്കാം. മധ്യകാല ചമ്പുക്കളുടെ ആ ഒരു അതായത് എന്തിനെ ആയിരുന്നു അവർ ഇതിവൃത്തമാക്കിയത് എന്ന് ചോദിക്കാം. ഇതൊക്കെ PS ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അടുത്തത് നോക്കാം, ഭക്തികാവ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്തികാവ്യം എന്താണെന്ന്. മലയാളത്തിൽ ഭക്തിഭാവം അതിന് പരമമായ കാവ്യാവിഷ്കാരം കണ്ടെത്തിയത് തുഞ്ചത്തെഴുത്തച്ഛന്റെയും പൂന്താനം നമ്പൂതിരിപ്പാടിന്റെയും കൃതികളിലാണ്. അത് ഏത് നൂറ്റാണ്ടാ? 16ാം ശതകത്തിലും അതിന്റെ ഉത്തരാർദ്ധത്തിലും 17ാം ശതകത്തിന്റെ ആദ്യ ഭാഗത്തുമാണ്
ഈ ഒരു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജീവിതകാലം. മലയാള സാഹിത്യം അതിന്റെ വികാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടാ? എഴുത്തച്ഛനോടാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ കിളിപ്പാട്ട് പ്രസ്ഥാനം സമഗ്ര സൗഭാഗ്യം നേടി. എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണവും ഭാരതവും മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്സ് ആണ്. മലയാളത്തിന്റെ പുരോഗതിയിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവിനെ കുറിക്കുന്ന ഈ കൃതികൾ അവയുടെ കർത്താവിന് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന ബഹുമതി സമ്പാദിച്ചു കൊടുത്തു. ജ്ഞാനവിജ്ഞാനങ്ങൾ ഏതേതിടങ്ങളിൽ നിഷേധിക്കപ്പെടുന്നുവോ അതാതിടങ്ങളിലെല്ലാം തന്നെ അവയുടെ പ്രകാശം പരത്തി സംസ്കാര വികാസത്തിൻ്റെതായ ഒരു അത്ഭുതം സൃഷ്ടിച്ചു എഴുത്തച്ഛൻ. നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി കാവ്യങ്ങൾ വരുന്ന 16ഉം 17ഉം നൂറ്റാണ്ടിലൊക്കെയാണ്. പ്രധാനപ്പെട്ട ആൾക്കാരാണ് പൂന്താനം നമ്പൂതിരിയും തുഞ്ചത്ത് എഴുത്തച്ഛനും. അതിനകത്ത് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം അറിയാൻ വയ്യാത്ത ഒരാളും ഇല്ല. ആധുനിക മലയാളത്തിന്റെ പിതാവ് എന്നറിയപ്പെടാത്ത ഒരാളും ഇല്ല. പിന്നെ നമുക്ക് അറിയാനുള്ളത് ഗുരുവായൂരപ്പന്റെ ഭക്തനായിട്ടുള്ള അല്ലെ പൂന്താനം നമ്പൂതിരിപ്പാട്. വർഷം 1547 1640 ജീവിച്ചിരുന്ന കാലഘട്ടം. ഭക്തി പ്രസ്ഥാന കവികളിൽ അദ്ദേഹത്തിനുള്ള സമുന്നത സ്ഥാനത്തെ കുറിച്ച് നമുക്ക് ഓൾറെഡി ഇദ്ദേഹത്തിന്റെ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് വേണ്ട പോയിന്റ് പറയാം. ശ്രീകൃഷ്ണ കർണാമൃതം, ജ്ഞാനപ്പാന, സന്താന ഗോപാലം എന്നീ കൃതികൾ അദ്ദേഹത്തിന് ഭക്തകവികൾക്കിടയിൽ അനശ്വരം. അപ്പൊ ശ്രീകൃഷ്ണ കർണാമൃതം, ജ്ഞാനപ്പാന, സന്താന ഗോപാലം ഇതൊക്കെ പൂന്താനത്തിന്റെയാണ്. 17ആം ശതകത്തിലെ ഗണനീയനായ ഒരു കവിയാണ് കോട്ടയം കേരളവർമ്മ. വേണാട്ടിലെ ഉമയമ്മ റാണിയെ സഹായിച്ചത് അദ്ദേഹമായിരുന്നു. കേരളവർമ്മ രാമായണവും പാതാള രാമായണവും പത്മനാഭ കീർത്തനവും ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താ? ആരുടെ? കോട്ടയം കേരളവർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? കേരളവർമ്മ രാമായണം, പാതാള രാമായണം, പത്മനാഭ കീർത്തനം. ഇതൊക്കെ ആരുടെയാ? കോട്ടയം കേരളവർമ്മയുടെയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു നിർത്തുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് ഇത്രയല്ല ഉള്ളൂ, ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കൂടെ പഠിച്ചിട്ട് പോവാ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആട്ടക്കഥകളുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ കാര്യങ്ങളുണ്ട്, ആദ്യകാല മിഷണറിമാരുടെ സാഹിത്യ പ്രവർത്തനങ്ങളുണ്ട്. അത് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതിൽ നിന്നും പലവട്ടം ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ തൊട്ടടുത്ത സമയത്ത് പോലും ഈ ഒരു ചോദ്യങ്ങളൊക്കെ പല ക്വസ്റ്റ്യൻസിനകത്തും കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുള്ള ഒന്നാണ് ഈ കിടക്കുന്ന പല പോയിന്റ്സും. അതുകൊണ്ട് തന്നെ ഈ സംക്ഷേപ വേദാർത്ഥമൊക്കെ ഇപ്പൊ തൊട്ടടുത്ത് വേദതർക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കണം. അതുപോലെ 19ആം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തെ പറ്റിയിട്ടും അന്നത്തെ കാലഘട്ടത്തിലെ മലയാള നോവല്, ആധുനിക മലയാള കവിതയെ പറ്റിയിട്ട്, നാടകങ്ങളെ പറ്റിയിട്ടുണ്ട് ഏറ്റവും താഴോട്ട് വരുമ്പം. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ തീർക്കുന്നതായിരിക്കും. കുന്തലതയുടെ കാര്യവും അങ്ങനെയൊക്കെ, ഇന്ദുലേഖ, ലക്ഷണമൊത്തം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഒന്നുകൂടെ നോക്കാം. നമുക്കറിയാൻ വരുന്നതിന്റെ പോയിന്റിന് അപ്പുറത്തോട്ട് ഓരോ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റും കൂടെ ചെയ്യാം. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേഗം എടുത്തു പോവാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.